മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയുമാണ് മേഘനാഥന്റെ അറസ്റ്റിന് പിന്നിലെന്ന് തെറ്റിദ്ധരിക്കുന്ന കരുണയും ഉണ്ണിയും ദുർഗയും ചേർന്ന് അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ സമയം തങ്ങൾക്കൊരു പങ്കില്ല എന്നും തെറ്റ് ചെയ്തവർ ശിക്ഷ ഉറപ്പായിട്ടും അനുഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ അവരെ വായടപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് മേഘനാഥനെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് മാനസയുടെ കേസ് പ്രകാരം വിസ്തരിക്കാനായിട്ട്. ഈ സമയം മഞ്ജുവും സാഗറും ഒരുമിച്ച് നിൽക്കുകയാണ്. സാഗറാണെങ്കിൽ മേഘനാഥന്റെ മുന്നിൽ വെച്ച് മഞ്ജുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. മാനസയെ കാണുമ്പോൾ തന്നെ മേഘനാഥനാണെങ്കിൽ ഒന്ന് അടിപതറുകയാണ്. കാരണം മാനസ ഓൾറെഡി അയാളെ ഭീഷണിപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ, തൻ്റെ മകൻ നിന്റെ ചോരയാണെന്ന് തെളിയിക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മേഘനാഥനാണെങ്കിൽ ഒരു വക്കീലിനെയൊക്കെ സെറ്റാക്കി വെക്കുകയാണ്. പിന്നെ മഞ്ജുവും മാനസയും മേഘനാഥനെതിരെ പരാതി കൊടുക്കാൻ അല്ലെങ്കിൽ തെളിവ് സഹിതം കാര്യങ്ങൾ വിസ്തരിക്കാൻ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ തന്നെ നിൽക്കുകയാണ് ഒറ്റക്കെട്ടായിട്ട്. അങ്ങനെ മേഘനാഥൻ സെറ്റാക്കി വെച്ചിരിക്കുന്ന വക്കീലിനോട് ജഡ്ജി പറയുന്നുണ്ട് അയാളെ വിസ്തരിക്കാനായിട്ട്. അങ്ങനെ മേഘനാഥൻ്റെ അടുത്ത് പോയിട്ട് വക്കീലാണെങ്കിൽ ഓരോ കാര്യങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് മാനസ എന്ന് പറയുന്ന പെൺകുട്ടിയെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ മേഘനാഥനാണ് മാനസയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അങ്ങനെ മാനസയാണെങ്കിൽ ഇയാൾ എന്ത് മറുപടിയാണ് പറയാൻ പോകുന്നതെന്ന് അറിയാനായിട്ട് മേഘനാഥനെ നോക്കുന്നു. തനിക്കറിയില്ല എന്ന് മേഘനാഥനാണെങ്കിൽ ഒറ്റ അടിക്ക് ഉത്തരം കൊടുക്കുകയാണ്. അങ്ങനെ അറിയില്ലെന്ന് പറയാനായിട്ട് കഴിയുമോ? ആ പെൺകുട്ടിയുടെ പരാതി പ്രകാരം ആ പെൺകുട്ടിയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ താനാണെന്ന് പറയുമ്പോൾ ആ സ്ത്രീയുമായിട്ട് യാതൊരു വക ബന്ധമില്ലെന്നിങ്ങനെ ഉറപ്പിച്ച് പറയുകയാണ് മേഘനാഥൻ. ഇത് കേട്ടിട്ട് മാനസയ്ക്കാണെങ്കിൽ സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ മാനസയോട് മാർക്കോ പറയുന്നുണ്ട് ഒന്ന് ക്ഷമിച്ചിരിക്കാനായിട്ട്. പിന്നെ മാനസയ്ക്ക് വക്കീലില്ലേ എന്നിങ്ങനെ ജഡ്ജി ചോദിക്കുമ്പോഴാണ് മേഘനാഥനെ ഞെട്ടിച്ചുകൊണ്ട് അനന്തുവാണെങ്കിൽ അവിടേക്ക് എത്തുന്നത്. അപ്പോൾ തന്നെ മേഘനാഥൻ്റെ കയ്യിൽ നിന്നും എല്ലാം പോവുകയാണ്. കാരണം മറ്റൊന്നുമല്ല, അനന്തു ബാധിച്ചാൽ ഉറപ്പായിട്ടും താൻ തോൽക്കുമെന്നുള്ള കാര്യം മേഘനാഥൻ അറിയാം. അങ്ങനെ അനന്ത് കോടതിയിലേക്ക് എത്തുകയും അതുപോലെ തന്നെ എല്ലാവരെയും ചോദ്യം ചെയ്യുകയും മേഘനാഥനെ ഇട്ട് കുടഞ്ഞ് സത്യങ്ങൾ പുറത്തെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് ചോദ്യം ചെയ്യുന്നത് മഞ്ജുവിനെയാണ്. നിങ്ങൾ മേഘനാഥൻ്റെ ഭാര്യയായിട്ട് നിയമപരമായിട്ടുള്ള ഭാര്യയല്ലേ, അയാളെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഇയാളുമായിട്ട് ഒരുപാട് കാലം അടുത്ത ബന്ധമുള്ള ആളാണ്. എൻ്റെ അമ്മാവൻ്റെ മോനാണ് മേഘനാഥൻ. അതുപോലെ ഞങ്ങൾ വിവാഹിതരായതുമാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ. പക്ഷെ അതിനുശേഷമാണ് ഞാൻ ഞെട്ടിക്കുന്ന സത്യങ്ങൾ അറിയുന്നത്. ഇയാൾക്ക് ഒന്നിൽ കൂടുതൽ ബന്ധങ്ങളുണ്ടെന്നും ആ ഒരു ബന്ധത്തിൽ കുഞ്ഞുണ്ടെന്നുള്ള കാര്യം തെളിവ് സഹിതം എനിക്ക് നന്നായിട്ട് കണ്ടുബോധ്യപ്പെട്ടതാണ് എന്നിങ്ങനെ മഞ്ജു ജഡ്ജിന് മുന്നിൽ പറയുന്നുണ്ട്. പിന്നീട് ഇയാൾ ഒരുപാട് പെൺകുട്ടികളെ ചതിച്ചിട്ടുണ്ട്, അതിലൊരാൾ മാത്രമാണ് മാനസ. അങ്ങനെ അനന്തുവാണെങ്കിൽ മാനസയെയും ചോദ്യം ചെയ്യാനായിട്ട് വിളിക്കുന്നു. മാനസയാണെങ്കിൽ മേഘനാഥന് എതിരായി തന്നെയാണ് മൊഴി കൊടുക്കുന്നത്. അതായത് മാനസ പറയുന്നത് തന്നെ വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് വഞ്ചിച്ചുകൊണ്ടാണ് അയാൾ പ്രഗ്നൻ്റ് ആക്കിയതെന്നും ആ കുഞ്ഞിനെ അലസിപ്പിച്ച് കളയാനായിട്ട് ശ്രമിച്ചപ്പോൾ തനിക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കുഞ്ഞിനെ പ്രസവിച്ചതെന്നും ആ കുഞ്ഞ് മേഘനാഥൻ്റേതാണെന്ന് മനസ്സിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നുവെന്നും മാനസ പറയുകയാണ്. അയാൾ അല്ലെന്ന് പറഞ്ഞാൽ മേഘനാഥൻ്റെ കുഞ്ഞാണെന്ന് തെളിയിക്കാൻ ഒരുപാട് വഴികളുള്ള കാലമാണിത്. അതുകൊണ്ട് ഏത് വഴിയും ഞാൻ സ്വീകരിക്കും. ആ കുഞ്ഞ് അത് മേഘനാഥൻ്റേതാണെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് മാനസ പറയുന്നു. ഇത് കേട്ട് മേഘനാഥനാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. മാർക്കോയെയും അനന്ത് വിളിക്കുന്നുണ്ട്. മാർക്കോയാണെങ്കിൽ സത്യങ്ങളൊക്കെ തന്നെ പറയുകയാണ്. മാനസ ആദ്യമായിട്ട് അങ്ങനെ ഇതൊക്കെ കേൾക്കുന്ന മേഘനാഥനാണെങ്കിൽ ഒരിക്കലും താൻ ആ രീതിയിൽ നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാദിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ അനന്ത് പറയുന്നുണ്ട് ഇയാൾ പറയുന്നതൊന്നും തന്നെ കോടതി വിശ്വസിക്കരുത്, തെളിവ് സഹിതമാണ് എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നൊക്കെ പറയുന്നു. അപ്പോൾ തെളിവ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അനന്തു ആണെങ്കിൽ ഒരു വലിയ തെളിവ് തന്നെ കാണിക്കുന്നു. അതായത് വീഡിയോ സഹിതം ഇതിലെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് ജഡ്ജിന് കൈമാറുകയാണ് ചെയ്യുന്നത്. എന്തായാലും അപ്പം തന്നെ മേഘനാഥന് മനസ്സിലാവുന്നുണ്ട് തൻ്റെ കള്ളിയെല്ലാം തന്നെ പൊളിച്ച് അനന്ത് കയ്യിൽ കൊടുത്തു എന്ന്. അങ്ങനെ വീഡിയോ തെളിവ് സഹിതം തന്നെ കോടതി കണ്ടു ബോധ്യപ്പെടുകയാണ്. അതായത് മാനസയുടെ വീട്ടിലേക്ക് പോകുന്നതും അപ്പുമോനുമായിട്ട് സംസാരിക്കുന്നതും ഒക്കെ തന്നെ. അങ്ങനെ അവസാനം കോടതിയാണെങ്കിൽ വിധി എഴുതുന്നുണ്ട്. മേഘനാഥൻ പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്നും അയാൾ അപ്പുമോനെയും മാനസയെയും ഏറ്റെടുക്കണമെന്നുള്ള ഒരു കാര്യം തീർച്ചപ്പെടുത്തുകയാണ്. അങ്ങനെ മേഘനാഥൻ വളരെ ദേഷ്യത്തോടെ മാനസയെയും മഞ്ജുവിനെയും നോക്കുന്നുണ്ട്. മഞ്ജു ആണെങ്കിൽ വിജയഭാവത്തിൽ ചിരിക്കുകയാണ്. എന്തായാലും വീണ്ടും മേഘനാഥൻ ജയിലിലേക്ക് തന്നെ പോകുന്നു. അങ്ങനെ മേഘനാഥൻ അവസാനം കോടതി പറഞ്ഞതൊക്കെ തന്നെ അംഗീകരിക്കുകയാണ്. അംഗീകരിച്ചാൽ മാത്രമേ ശിക്ഷയിൽ ഇളവുണ്ടാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മേഘനാഥനെതിരെ ഉണ്ടായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ മഹാലക്ഷ്മിയും കണ്ണനും അറിയുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് പുതിയ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.